അനുദിനം ബലിയർപ്പിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം എന്ന് ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ ബലികളൊന്നും പൂർണ്ണമാകുന്നില്ല എന്ന് തന്നെയാണ് ഈശോ പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങളിലൂടെ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർക്കുന്ന പക്ഷം ബലിപീഠത്തിൽ നിന്റെ കാഴ്ച വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നാണ് ഈശോ അരുളി ചെയ്യുന്നത്. രമ്യതയ്ക്കും അനുരഞ്ജനത്തിനും അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നും നമ്മുടെയൊക്കെ ബലിയർപ്പണം സ്വീകാര്യമാകണമെങ്കിൽ നാം സഹോദരങ്ങളോടും ദൈവത്തോടും അനുരഞ്ജനത്തിലായിരിക്കണമെന്നും ഈശോ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. കർത്താവ് ഇത് പറയുക മാത്രമല്ല, തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഏത് മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ബലിയർപ്പിക്കുക? സഹോദരങ്ങളോട് പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വച്ചു പുലർത്തിക്കൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും ബലിയർപ്പിക്കുക? സ്നേഹമില്ലാതെ അനുരഞ്ജനമില്ലാതെ ഒരു ബലിയും പൂർണ്ണമാവുകയില്ല, സ്വീകാര്യമാവുകയില്ല.